ട്രംപിന്റെ മറ്റൊരു ഭീഷണിയാണ് ഇപ്പോൾ യൂറോപ്പിനെ ആശങ്കയിലാക്കുന്നതും യൂറോപ്പിന് ഭീഷണിയായി മാറുന്നതും. ഗ്രീൻലാൻഡ് എന്ത് വില കൊടുത്തും ഏറ്റെടുക്കുമെന്ന് ട്രംപ് ഇപ്പോൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. എന്ത് വില കൊടുത്തും US ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ US ഗ്രീൻലാൻഡ് ഏറ്റെടുത്തില്ലെങ്കിൽ ചൈനയോ റഷ്യയോ അത് ഏറ്റെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് ഒരു പ്രസ്താവന നടത്തി. റഷ്യയോ ചൈനയോ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചർച്ചകളുടെ ഒരു കരാർ ഉണ്ടാക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒരു കരാർ ഉണ്ടാക്കുന്നത് എളുപ്പമായിരിക്കും, പക്ഷേ ആത്യന്തികമായി എന്ത് വില കൊടുത്തും ഞങ്ങൾ ഗ്രീൻലാൻഡ് നിലനിർത്തും. ഗ്രീൻലാൻഡ് പാട്ടത്തിന് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ അത് സ്വന്തമാക്കും എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ സൈനിക നടപടിക്ക് ഉത്തരവിടുമോ എന്ന ചോദ്യത്തോട് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, ഗ്രീൻലാൻഡിന്മേലുള്ള അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനാണ് അമേരിക്കയുടെ ശ്രദ്ധ. പാട്ടത്തിനോ ഹ്രസ്വകാലത്തേക്കോ ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ ഗ്രീൻലാൻഡിന്റെ ഏക ഉടമസ്ഥനാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് ഗ്രീൻലാൻഡ് സമ്പൂർണ്ണമായി അമേരിക്കയുടേതാകണം. ഇനി അമേരിക്കയാണ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന രാജ്യമേ ഇനിയില്ല. ആ പ്രദേശം ഇനി അമേരിക്കയുടെ ഭാഗമാണ് എന്നുള്ള രീതിയിലാണ് ട്രംപിന്റെ സംസാരം. ഗ്രീൻലാൻഡിന്റെ സുരക്ഷാ സംവിധാനം വളരെ ദുർബലമാണെന്നും ട്രംപ് പറഞ്ഞു. അവിടെ നാമമാത്രമായിട്ടുള്ള സുരക്ഷ മാത്രമേ ഉള്ളൂ. ഗ്രീൻലാൻഡിന് ചുറ്റും റഷ്യയുടെയും ചൈനയുടെയും യുദ്ധക്കപ്പലുകൾ ഉണ്ട്. ഗ്രീൻലാൻഡിന് ചുറ്റും അവ ഉള്ളത് കൊണ്ട് തന്നെ US സൈന്യത്തിന്റെ സാന്നിധ്യം അവിടെ എത്തുന്നത് വളരെയധികം നിർണായകമായിരിക്കും. ഗ്രീൻലാൻഡിന്റെ ഉടമസ്ഥാവകാശം ഞങ്ങൾക്ക് വേണം. ഗ്രീൻലാൻഡ് ഡെൻമാർക്കിലെ ഒരു സ്വയംഭരണ പ്രദേശമാണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ആർട്ടിക് മേഖലയിലെ കപ്പൽ ഗതാഗത പാതകളും സൈനിക ഇടനാഴികളും കാരണം ഗ്രീൻലാൻഡിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.